A particle moves along a curve x is equal to 0.64 y square. Its laws of motion is described by x is equal to 4t square, where x and y are in meters and t in seconds. At t is equal to 3 seconds, calculate the displacement of the particle from the origin, velocity and acceleration of the particle. So, ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എഴുതുക. ഒന്നെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ദി കർവും തന്നിട്ടുണ്ട്, ഇക്വേഷൻ ഓഫ് മോഷനും തന്നിട്ടുണ്ട്. So, equation of the curve can be motion is written as x is equal to 40 square and the equation of curve is given by x is equal to 0.64 y square. At a time 3 seconds ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അറ്റ് ടൈം 3 സെക്കൻഡ്സ് എടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ടിയുടെ അവിടെ 3 ഇട്ട് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ടൈമാണ്, ടി ഫോർ ടൈമാണ്. സോ ടൈമിന് 3 ഇട്ട് കൊടുക്കുക, 3 സെക്കൻഡ്സ്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ നമുക്ക് 36 മീറ്റേഴ്സ് എന്ന് കിട്ടും. ആ എക്സിൻ്റെ 36 മീറ്റേഴ്സ് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടും എത്രയാണ്? 7.5 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഗ്രാഫ് വരയ്ക്കുക, എക്സിന് 36 മീറ്റേഴ്സും വൈന് 7.5 മീറ്റേഴ്സും വരയ്ക്കുക. പാർട്ടിക്കിൾ ഇവിടെ നിന്നാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്, ഫ്രം ദ ഒറിജിനിൽ നിന്ന്. സോ ഒറിജിനിൽ നിന്ന് എക്സ് 36ഉം വൈ 7.5ഉം വരയ്ക്കുക. ഇതായിരിക്കും ഇപ്പം പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്ന ഡിസ്റ്റൻസ്. സോ ഇവിടെ നിന്ന് എക്സ് 36 മീറ്ററും ഇവിടെ നിന്ന് വൈ 7.5 മീറ്റർ, ഇത്രയും 7.5 മീറ്ററും ഇത്രയും 36 മീറ്ററും ആണെങ്കിൽ എസിൻ്റെ വാല്യൂ നമുക്കറിയാം. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് എസ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 36 സ്ക്വയർ പ്ലസ് 7.5 സ്ക്വയർ ആൻഡ് എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36 സ്ക്വയർ പ്ലസ് 7.5 സ്ക്വയർ, അല്ലെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ എക്സ് സ്ക്വയർ പ്ലസ് ഇ വൈ സ്ക്വയർ എടുക്കുക. അതിൽ നിന്ന് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, 36.77 മീറ്റേഴ്സ്. ഓക്കെ, സോ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. ഇനി വെലോസിറ്റി ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ട് എക്സ് ഈസ് ഈക്വൽ ടു 40 സ്ക്വയർ. സോ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി, അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് വെലോസിറ്റി, മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ഇതിൽ നിന്ന് ഇതിൻ്റെ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ എന്തായിരിക്കും? 8t എന്ന് കിട്ടും. ടി 3 സെക്കൻഡ്സ് ആണെന്നറിയാം. സോ അവിടെ എന്ത് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ വി എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, വി എക്സ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്സ് കണ്ടുപിടിക്കുക. എയ്റ്റ് ഇൻറ്റു 3 24 മീറ്റർ പെർ സെക്കൻഡ്. അതവിടെ കണ്ടുപിടിച്ച് വെച്ചു. അടുത്തെന്താണുള്ളത്? നമുക്ക് വൈനും കൂടെ വി എക്സും വി വൈയും കണ്ടുപിടിച്ചാൽ മാത്രമേ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഇക്വേഷൻ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. സോ ഇവിടെ വി എക്സ് കിട്ടി, 24 സെക്കൻഡ്സ് ആണെന്ന് കിട്ടി. ഇനി വി വൈ കണ്ടുപിടിക്കാനായിട്ട് വൈക്ക് ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടൈം ഇതിൽ വേണം. സോ ഇവിടെ വൈക്ക് നമുക്ക് ഇൻ ടേംസ് ഓഫ് ടൈമിൽ ഒരു ഇക്വേഷൻ ഇല്ല. ആക്ച്വലി നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. എക്സിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട് ഇൻ ടേംസ് ഓഫ് ടൈം. ഇനി വൈക്ക് ഇൻ ടേംസ് ഓഫ് ടൈമിന് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സിൻ്റെ വാല്യൂ 4t സ്ക്വയർ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. അതാണ് ഇവിടെ ഇട്ടത്. സോ അങ്ങനെ ആകുമ്പോൾ വൈക്ക് ഒരു ഇക്വേഷൻ കിട്ടും. വൈ ഈസ് ഈക്വൽ ടു 2.5t എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 4t സ്ക്വയർ വൈയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ വൈന് 2.5t എന്ന് കിട്ടും. ഈ എക്സിന് 4t സ്ക്വയർ ഇവിടെ ഇട്ട് കൊടുക്കുക. സോ വൈ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടൈം കിട്ടും. സോ ഇതിൽ നിന്ന് വി വൈ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അലോങ് വൈ ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി, അല്ലേ? സോ ഡി വൈ ബൈ ഡി ടി ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. 2.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് ഈ കണ്ടുപിടിച്ചിരുന്നത്. സോ വി എക്സും കിട്ടി, വി ഒയും കിട്ടി. അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്സിൽ. സോ വി ഒയിൻ്റെ വാല്യൂ 2.5 മീറ്റർ പെർ സെക്കൻഡും വി എക്സ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്സിൽ 24 മീറ്റർ പെർ സെക്കൻഡ്സ് എന്നും കിട്ടി. സോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ അതിൻ്റെ രണ്ടിന് റൂട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ, അതൊന്ന് കണ്ടുപിടിച്ചു. ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ കണ്ടുപിടിക്കാനും ഇക്വേഷൻ അറിയാം, എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വി എക്സ് ബൈ ഡി ടി, അല്ലേ? വെലോസിറ്റി ബൈ ടൈം. സോ ഡി വി എക്സ് ബൈ ഡി ടി. എ വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഡി വൈ വൈ ബൈ ഡി ടി. സോ വി എക്സ് നമുക്കിവിടെ ഓൾറെഡി കിട്ടി. എത്ര? 24. സോറി, വി എക്സിനൊരു ഇക്വേഷൻ ഉണ്ട് 8t. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 8t എന്നാണ് വി എക്സിന് നമുക്ക് കിട്ടിയത്, അല്ലേ? സോ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും.
സോ അതേപോലെ തന്നെ വി വൈ നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. സോ എ വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഡി ഓഫ് വി വൈ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ 2.5ൻ്റെ വിത്ത് റെസ്പെക്ട് ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് 0 ആയിരിക്കും. സോ എ വൈ 0യും എ എക്സ് 8ഉം. എ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ.